ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ തമ്പനിയിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊരു ഹെയർ സ്പാ ആണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുറച്ച് എക്സ്പെൻസീവായിട്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് പാർലറിൽ പോയിട്ട്. അപ്പോൾ അഥവാ ആ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമുക്കപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാവണ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്പാ ആണ്. ഹെയർ സ്പാ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അധികം നേരം ഇരിക്കുകയോ അധികം ടൈം എടുക്കുകയോ വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ സ്പാ ചെയ്യാൻ പറ്റും വീട്ടിലുള്ള നമ്മൾ വീടുകളിൽ കറികൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട്, എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത്. പിന്നെ ഹെയർ സ്പാ പൊതുവേ നമ്മൾ ഈ പാർലറിലൊക്കെ പോയി ചെയ്താലും കുറേ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഹീറ്റ് ചെയ്യും നമ്മുടെ ഹെയർ. അതിലൂടെ നമ്മുടെ ഹെയർ ഒന്നുകൂടി ഡാമേജ് ആവുകയാണ്. അപ്പോൾ ഒരു ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹെയർ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും നല്ലത് ഒരു വൺ ടൈം യൂസിനൊക്കെ ആണെങ്കിൽ, ഒരു ജസ്റ്റ് ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെമഡീസ് വീട്ടിൽ തന്നെ ചെയ്ത് ഹെയർ ഒന്ന് സെറ്റാക്കണതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിപ്പറേഷൻ നോക്കാം. അതിനു മുന്നേ നമ്മൾ എങ്ങനെ ഇരിക്കുന്ന ഒരു മുടിയാണ് നമ്മൾ ഈ ഹെയർ സ്പാ ഉപയോഗിച്ച് നമ്മൾ ഒരു ട്രീറ്റഡ് ഹെയർ ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. ഇപ്പം നല്ല ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ ആണ്. നമ്മുടെ പുറത്തൊക്കെ പോയി ഒട്ടും ഓയില് ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഒരു ഹെയർ ആണ്. ഇത് ഓയില് ചെയ്താൽ ഭയങ്കര ഒരു ഓയിലി ആയിട്ട് കിടക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഓയിലിടാതെ നമുക്ക് സ്മൂത്തായിട്ട് കിടത്താം, ഈ ഹെയർക്ക് സ്മൂത്തായിട്ട് ഇടാം എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഹെയർ സ്പായിലൂടെ. നല്ല ഫ്രിസിനെസ് ഉള്ള ഹെയർ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഹെയർ ആണ്, ഫ്രിസി ആയിട്ടിരിക്കുന്നതുകൊണ്ട് സ്ട്രെയിറ്റ് അല്ല, ഒരു വേവി ഹെയർ ആണ്. ഫ്രിസി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഹെയർ സ്പാ ചെയ്ത് വേണം സെറ്റാക്കി എടുക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു കേളി ഹെയർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഹെയർ സ്പാ വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. കുറച്ചും കൂടി കൂടുതൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ ഹെയർ സ്പായിൽ തന്നെ ചേർത്താൽ ചിലപ്പോൾ ഇതാവും. നമ്മളിപ്പോൾ വീട്ടിലുള്ള 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഹെയർ സ്പാ ഉണ്ടാക്കണേ. അത് വെച്ച് കേളി ഹെയർ ആവുമെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന മുടി നമുക്ക് മുടിയുടെ എൻസിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യില്ല കേട്ടോ. നമ്മൾ ഈ ഹെയർ സ്പാ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഹെയർ സ്പാ, പാർലറിൽ മസാജിങ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ സ്പാ എന്തായാലും നമ്മൾ സ്കാൽപ്പിലൊന്നും അപ്ലൈ ചെയ്യില്ല. മുടിയുടെ പുറമേയും ഹെയറിൻ്റെ പുറമേയും എൻസിലും മിഡിൽ ഭാഗം തൊട്ട് എൻസിലും പിന്നെ മുടിയുടെ പുറമേ നമ്മുടെ ശരിക്കും ഹെഡിൻ്റെ മേളിൽ തൊട്ടിട്ട് നമ്മൾ താഴത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറച്ച് നന്നായിട്ട് കനത്തിൽ അപ്ലൈ ചെയ്യുക. എല്ലാ ഹെയറിലും ഇത് പറ്റിപ്പിടിച്ചിരിക്കണുണ്ടോ ഒന്ന് നോക്കുക നല്ല രീതിയിൽ. ഒട്ടും ഒരു സെക്ഷൻ ഹെയർ പോലും നമ്മൾ ഇത് അപ്ലൈ ചെയ്യാതിരിക്കരുത്. എന്നാലേ ഉള്ളൂ ആ ഒരു സ്മൂത്തായിട്ട് കിടക്കുള്ളൂ. ഫുൾ ഹെയറിലതായാലേ ഉള്ളൂ സ്മൂത്തായിട്ട് കിടക്കുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത്രയും ഡാമേജ്ഡ് ആയിട്ടുള്ള ഇത്രയും ഫ്രിസിനെസ് ഉള്ള ഹെയർ ഒക്കെ പാർലറിൽ കൊണ്ടുപോയി അവരൊന്നും കൂടി ഹീറ്റ് ചെയ്ത് ഹെയർ സ്പാ എത്ര നാളത്തേക്ക് നിൽക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ ഇതിലും ബോറായിട്ട് അല്ലെങ്കിൽ ഇതിലും ഡാമേജ്ഡ് ആയിട്ടായിരിക്കും ആ ഹെയർ മാറുക. അല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം മാറുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹെയർ സ്പാ ചെയ്യേണ്ടി വരും. അത് എക്സ്പെൻസീവാണ് നമുക്ക്, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനത്തെ ചെറിയ ചെറിയ ഹോം റെമഡീസ് വെച്ചിട്ട് നമ്മുടെ ഫ്രിസിനെസ് ഒക്കെ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കൂടുതലും ലാഭം. അങ്ങനെ ചെയ്ത് നോക്കുന്നതായിരിക്കും നമുക്ക് കൂടുതലും ലാഭം. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമ്മൾ ഏത് ഹെയറിലാണ് അപ്ലൈ ചെയ്യണേന്ന് കാണിക്കണമല്ലോ. അപ്പം ഈ ഹെയറിലേക്കാണ് നമ്മൾ ഹെയർ സ്പാ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹെയർ ഇത്രയും ഫ്രിസിനെസ് ആവാൻ നമ്മൾ ഹെയർ സ്പാ അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഹെയർ ഇങ്ങനെ ആയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹെയറിൽ ഞാനിപ്പോൾ ഈ നമ്മുടെ വീട്ടിലെ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഞാനിപ്പോൾ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പിന്നെയും നിങ്ങളുടെ മുടി ഇതുപോലെ ഫ്രിസ് ഹെയർ ആയി പോകും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഷാമ്പു ഇട്ടാൽ കണ്ടീഷണർ ഇട്ടിരിക്കണം. കണ്ടീഷൻ ചെയ്യാതെ നമ്മൾ ഷാമ്പു ചെയ്യരുത്. ഷാമ്പു ഇട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ ഇട്ടിരിക്കണം നമ്മുടെ ഹെയർ എൻസിലൊക്കെ. പിന്നെ നമ്മൾ ഷാമ്പു കണ്ടീഷണറൊക്കെ ഹെയർ വാഷ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഹെയർ സിറം യൂസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ ഹെയർ സ്പാ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം.
അത് ഞാൻ ഒരു ചെറിയ പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നല്ല തിളച്ചിട്ട് വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാനായിട്ട്. ഇത് സാധാരണ വെള്ളം കേട്ടോ, ക്ലോറിനുള്ള വെള്ളം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതോ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഏത് വെള്ളം വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ മുടിയുടെ സൈസ്, നിങ്ങൾക്ക് മുടിക്ക് എന്തോരം ലെങ്ത് ഉണ്ടോ അത്രയും നിങ്ങൾ ഹെയർ ക്രീം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ച അത്ര ഒരു ലെങ്ത്തിലുള്ള ഒരു മുടിക്കാണെങ്കിൽ ഇത് മതിയാകും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റൈസ് ഫ്ലോർ ഇടാം, അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കയ്യിൽ അരിപ്പൊടിയാണ്, ഇത്രയും വെള്ളത്തിന് ഒരു കയ്യിൽ അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ചൂടാകുമ്പോൾ തന്നെ അരിപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിത് ഇങ്ങനെ കട്ടയാവണതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ചൂടായി വരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അലിഞ്ഞൊരു ജെൽ പോലെ ആയിക്കോളും. അത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. നിർത്താതെ ഇളക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ ആ വലിയ തരികളൊക്കെ ചെറിയ ചെറിയ തരികളായിട്ട് മാറിക്കോളും. നന്നായിട്ട് തിളച്ച് പൊങ്ങുവാണെങ്കിൽ നിങ്ങൾ ഇളക്കി കൊടുക്കുക, മീഡിയം ഫ്ലെയിമിലാക്കുക. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് അലുത്ത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അത് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് ആ റൈസ് ഫ്ലവറിൻ്റെ ഒരു ജെൽ ടൈപ്പ് ഒരു കൺസിസ്റ്റൻസി ഉള്ളൊരു സംഭവം കിട്ടിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞു കട്ടകൾ കുഴപ്പമില്ല. ആ വലിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൈര് കൊണ്ട് തന്നെ അത് ഉടച്ച് ക്രീമി ആക്കിയാൽ മതി. അപ്പം നമ്മുടെ ക്രീമിൻ്റെ ഒരു 1/2 പാർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ക്രീമിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കണം. ഒരു വൈറ്റ് മാത്രമല്ല യെല്ലോ മാത്രമല്ല, നമ്മളൊരു കോഴിമുട്ട ഫുള്ളായിട്ടാണ് ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. കോഴിമുട്ട നമ്മുടെ ഹെയറിന് തരുന്ന ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമുക്കൊരു കോഴിമുട്ട അതേപടി പൊട്ടിച്ചിടാം. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ആ ക്രീം ഉണ്ടല്ലോ, നമ്മുടെ ഈ റൈസ് ഫ്ലോർ ഇട്ട ക്രീം, അത് കൂടുതലാണെങ്കിൽ ഒരു മുട്ടയും കൂടി എടുക്കേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ എന്തോരം ആണോ എടുക്കുന്നത് അതിനനുസരിച്ച്. ഇപ്പം എൻ്റെ ആ ഒരു ഇതിന് ഈ ഒരു മുട്ട കണ്ട, ഒരു മുട്ട മതിയായിരിക്കും. കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു മുട്ടയും കൂടി ചേർക്കേണ്ടി വരും. അതിലും കൂടുതലാണെങ്കിൽ 2-3 മുട്ട ചേർക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാവരും അതനുസരിച്ച് ചേർക്കാം. നമ്മൾ മുട്ടയും റൈസ് ഫ്ലോറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എഗ്ഗ് വേറെ റൈസ് ഫ്ലോർ വേറെ അങ്ങനെ കിടക്കരുത്. ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഇതാക്കിയാൽ മതി. എന്നിട്ടും അത് അടിഞ്ഞില്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഗുണമായിരിക്കും. കാര്യം നമ്മുടെ ആ റൈസ് കുറച്ച് കട്ടകളുള്ളത് അതും കൂടി അടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ഹെയറിൽ നല്ല സ്മൂത്തായിട്ടിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആ റൈസിന്റെ കട്ടകളുള്ളത് മാറിക്കിട്ടും. ഇപ്പം നമ്മൾ എഗ്ഗും കൂടി ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കേർഡ് ചേർക്കാം. കേർഡ് അല്ലെങ്കിൽ യോഗേർട്ട് ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത് കേർഡും കൂടി ചേർക്കുമ്പോൾ നന്നായിട്ട് വെള്ളം പോലെ ആവരുത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട തൈര് എടുക്കാൻ പറ്റുമെങ്കിൽ കട്ട തൈര് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യോഗേർട്ട് ചേർക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു എഗ്ഗിനും ആ ഒരു റൈസ് ഫ്ലോറിൻ്റെ കൺസിസ്റ്റൻസിക്കും ഈ ഒരു കുറച്ച് കേർഡ് മതിയായിരിക്കും. നിങ്ങൾ എന്തോരം എടുക്കുന്ന അത്രയും കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ എഗ്ഗും ആ റൈസ് ഫ്ലോറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. ഇനി കേർഡും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് ചേർക്കാതിരിക്കുക കേട്ടോ. ഓരോന്നും മിക്സാക്കി ചേർത്താൽ മതി. ഇപ്പോൾ ഒരുവിധം റൈസ് ഫ്ലോറിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ ആയ പോലെ ആയി. ഇങ്ങനെ വേണം നമ്മൾ. എന്നിട്ടും കുറച്ചൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് അടിക്കുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇത് വളരെ നല്ലതാണ്. നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. കാര്യം നമ്മുടെ ഹെയറിന് എൻഡിൽ പറ്റുന്നതുകൊണ്ട് നമുക്ക് ക്രീമി ആയാലും നന്നായിട്ട് അത് പിടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹെയറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. നമ്മുടെ ഈ ഹെയറിൻ്റെ ലെങ്ത്തിൽ ആൻഡ് ഹെയറിൻ്റെ എൻഡിലൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് അത് പിടിപ്പിക്കണം. എന്നിട്ടൊരു 1 അവർ വേണ്ട, ഒരു 30 to 45 മിനിറ്റ്സ് വരെ വെക്കുക. നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറേ നേരം വെക്കുക. ഇപ്പം നമ്മൾ ഏകദേശം ആ മിഡിൽ ഹെയർ തൊട്ടിട്ട് ഹെയർ എൻഡ് വരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി അത് ഒരു 30 to 45 മിനിറ്റ്സ് ഒക്കെ വെക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആവും. അപ്പോൾ ഹെയർ നല്ല വടി പോലെ നല്ല കട്ടിയിലിരിക്കുമ്പോഴത്തേക്കും
നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അത് കഴിയുമ്പോൾ തന്നെ പൊയ്ക്കോളും. ഇപ്പോൾ അരിപ്പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം നമുക്കിതിന് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പം നമ്മുടെ വാഷ് ചെയ്തിട്ടുള്ള ഹെയർ ആണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഇപ്പം എങ്ങനെയായിരിക്കുന്നത്. കുറച്ചും കൂടി വോളിയൂംനെസ് തോന്നുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ പ്രത്യേകത. ഫുള്ള് റൈസ് ഫ്ലവർ ഇട്ടെന്ന് പറഞ്ഞിട്ട് അത് ഫുള്ള് മാറും കേട്ടോ. അത് പെട്ടെന്ന് തന്നെ അരിപ്പൊടി അത് പൊയ്ക്കോളും. നമ്മളൊന്ന് ഹെയർ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ചീവി കൊടുത്താൽ മതി. നേരത്തെ ഇരുന്ന മുടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിസിനെസ് ആയിരുന്നു, അല്ല വോളിയം തോന്നിയില്ല. ഇത് നല്ല വോളിയംനെസ് ആയിട്ടുള്ള ഹെയർ ആയിട്ട് തോന്നുന്നില്ലേ. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ ഹെയർ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കൂലേ വോളിയം തോന്നാനായിട്ട്, അതുപോലെ തന്നെ ഇരിക്കും. നല്ല വോളിയുള്ള ഹെയർ ആയിട്ട് തോന്നും. നിങ്ങൾക്ക് പെട്ടെന്ന് കെട്ടി വീഴുന്ന പോലെ തോന്നില്ല. ഇതിന്റെ പുറമെ നമ്മൾ ഈ ഹെയർ സ്പാ ചെയ്യുന്നതിന്റെ പുറമെ എന്തായാലും നിങ്ങൾ ഹെയർ സിറം യൂസ് ചെയ്യുക, എന്നാലും അതൊരു സ്മൂത്ത് ആയിട്ട് ഒന്നുകൂടി കിടക്കോളും. ഇതിപ്പോൾ ഈ ഹെയർ സിറം യൂസ് ചെയ്തിട്ടില്ല വീഡിയോ എടുക്കുമ്പോൾ, അതുകൊണ്ടിട്ടാണ് കുറച്ചും കൂടി ഒന്ന് പറന്നൊക്കെ ഇരിക്കുന്നത്. ഹെയർ സിറം കൂടി യൂസ് ചെയ്താൽ ഇത് സെറ്റായിട്ടാണ് ഇരിക്കാറ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ പാർലറിൽ പോയി എക്സ്പെൻസീവായിട്ട് നമ്മുടെ ഹെയർ ട്രീറ്റ് ചെയ്ത് ഒന്നും കൂടി ഡാമേജ് ആക്കുന്നതിന് പകരം വീട്ടിൽ ഹെയർ സ്പാ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.